അനി 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 എങ്ങനെ ഇറങ്ങാം? കേറിയ പോലെ തന്നെ ഇറങ്ങാം. വാ. പതുക്കെ. അനി എന്താ പല്ലിയേക്കുന്നില്ലേ? ബ്രഷും പേസ്റ്റും ഇല്ലാണ്ട് എങ്ങനെയാ? മനസ്സുണ്ടെങ്കിൽ തേച്ചാ മതി. ബ്രഷും പേസ്റ്റും ഇതുകൊണ്ട് തേച്ചോ. അനി നിക്കി. വേണമെന്ന് വെച്ചിട്ടല്ലെങ്കിലും ഇങ്ങനെ പോന്നുപെട്ട് നന്നായില്ലേ? വീട്ടിലുള്ളവരാകെ പേടിച്ചിട്ടുണ്ടാവും എന്താ പറ്റിയെന്ന് അറിയാതെ. എന്തായാലും ഞാനില്ല ഇനി വീട്ടിലേക്ക്. ഞാനും. ഈ കാറോ നല്ലത് അല്ലേ? ഇനി കാട് എനിക്കിഷ്ടായി, പക്ഷെ രാത്രിയിലെ ദിവസവും മരത്തിന്റെ മുകളിൽ കയറാൻ എനിക്കാവില്ല. അപ്പൊ നമുക്കൊരു കുടിലുണ്ടാക്കാം. അപ്പോ ആരെ പിന്നെ നമുക്ക് ചോറും കറിയും വെച്ച് തരിക? പിന്നെ ഈ കാട്ടിലല്ലേ ചോറും കറിയും. വല്ല കാട്ടുകിഴങ്ങോ പഴമോ മറ്റോ തിന്നു കഴിയാം.
നിങ്ങളേതാ? അനിയും വിനുവാ. എവിടെ ഉള്ളതാ? അങ്ങ് ദൂരെ. ഇവിടെ എന്തിനാ വന്നേ? വെറുതെ. വെറുതെയോ? വിശന്നിട്ടാ. ഈ കാട്ടിൽ ഇതെങ്ങനെ വന്നു? അത് വഴിതെറ്റി വന്നതാ. മിടുക്കി. കള്ള തെമ്മാടികള് ഇഷ്ടം കൂടിയിട്ട് പുറപ്പെട്ടു പോന്നല്ലേ? കഞ്ഞി മുഴുവനും കുടിച്ചോ? ഇല്ല, മുഴുവനും കുടിച്ചില്ല. ഇനി വേണോ? വേണ്ട, മതി. സാരമില്ല, വിശന്നിട്ടല്ലേ? കുടിച്ചോ? നിറഞ്ഞു. ഓഹോ, ആട്ടെ. ഇനി എന്താ പരിപാടി? ഞങ്ങൾ പോയിക്കൊള്ളാം. എവിടേക്ക്? കഴുത കുട്ടികള് ഈ കാട്ടിൽ ഇനി എവിടെ പോവാനാ? ഇവിടെ നിക്ക്, ഞാൻ എന്റെ മൂപ്പരോടും ചോദിക്കട്ടെ. ദേ, അപ്പുറത്ത് 2 പിള്ളേര് വന്നിട്ടുണ്ട്. ഇഷ്ടം കൂടിട്ട് ഒളിച്ചോടി പോന്നതാ. ഇച്ചിരിച്ചേ ഉള്ളൂ. പൊട്ടിപ്പിള്ളേരാ. എന്താ ഇപ്പൊ വേണ്ടേ? നമുക്കൊരു കൂട്ടാവൂല്ലേ ഇവിടെ നിർത്തിയാല്? ഇല്ലില്ല, കുഴപ്പക്കാരല്ലെന്നാ തോന്നണേ. ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്റെ ഭർത്താവിനോട് വർത്താനം പറഞ്ഞ് എത്തി നോക്കുകയാണല്ലേ? ഇല്ല. മൂപ്പര് പറഞ്ഞു ഇനി നിങ്ങൾ എങ്ങും അയക്കണ്ടെന്ന്. ഇവിടെ കൂടിക്കൂ, ഞങ്ങൾക്കൊരു കൂട്ടായി. തോന്നിവാസം ഒന്നും കാട്ടാണ്ട് അടങ്ങി കഴിയോ? ഇല്ലെങ്കിൽ ചെവി പൊന്നാക്കും ഞാൻ. നിങ്ങളെ അന്വേഷിച്ചു പിടിച്ച് കൊല്ലാപ്പം ഇനി ആരെങ്കിലും വരുമോ പിള്ളേരെ? ഇല്ലേ? വന്നാലും വിട്ടുകൊടുക്കൂല ഞാൻ. പേരെന്താ?
ആരുടെ? എന്റെയോ? എന്റെ പേര് ഞാനെന്നാ. അപ്പോ ഞങ്ങൾ എന്താ വിളിക്കണ്ടേ? ഞാനും എന്നോ? മിടുക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാൻ പേര് മറന്നു. മൂപ്പര് വിളിക്കുക ഏഞ്ഞ. നിങ്ങൾ കയറി അങ്ങനെ വിളിക്കരുത് കേട്ടോ. എനിക്കാ വിളി കേട്ടാൽ ആകെ ഒരു തരിപ്പ. ആ പിന്നെ മേജർ വിളിക്കുക ചേച്ചിന്ന, കാതർ കാത്തിന്ന്. നിങ്ങൾ ഇനിയിപ്പോ എന്താ വിളിക്കണ്ടെന്നാ ഞാൻ ആലോചിക്കുന്നു. ആ ആന്റിന്ന് വിളിച്ചോ. ഞങ്ങളെ ആന്റി എന്നും അങ്കിളെന്നും വിളിച്ചാ മതി. അങ്കിൾ എവിടെ? അകത്തെവിടെയെങ്കിലും ഉണ്ടാവും. മൂപ്പരൊരു ടൈപ്പാ. അങ്ങനെ ആരോട് സംസാരിക്കൊന്നുമില്ല. ആന്റിക്ക് വരെ ആരൊക്കെ ഉണ്ട്? ഞാനുണ്ട്, എന്റെ മൂപ്പരുണ്ട്. എന്താ പോരെ? അതല്ല, കുട്ടികള് ഇല്ലായിരുന്നു, ഇപ്പൊ കിട്ടി. ആരാ? നിങ്ങൾ രണ്ടുപേരും. പണ്ട് പണ്ട് ഒത്തിരി നാളുകൾക്ക് മുൻപൊരു കാലം, ഒരു പെണ്ണിന് 4-5 ആണുങ്ങളും ഒരാണിന് 4-5 പെണ്ണുങ്ങളും ഉണ്ടായിരുന്ന കാലം. അതെങ്ങനെയുണ്ട്? മുണ്ടാൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. പൊട്ടിയായുള്ളൂ. അപ്പോഴേക്കും അതെങ്ങനെയാണെന്ന് അറിയണം അല്ലേ? നിങ്ങൾ കേട്ടോ? പൊട്ടി പിള്ളേരാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങള് എനിക്കങ്ങ് കലി കയറി. കഥ പറയാൻ നിന്നില്ല, ഞാനിങ്ങി പോന്നു. പിന്നെ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നിങ്ങളിവിടെ ഉറങ്ങാണ്ട് കാത്തിരിക്കല്ലേ, കഥ പറഞ്ഞിരുന്നാലോ? കുറച്ചുകൂടെ അങ്ങോട്ട് നീ കിടന്നേ. വേണ്ട കേട്ടോ, പിള്ളേരെ അപ്പുറത്തുള്ളതാ. അവരുറങ്ങിട്ടൊന്നും ഉണ്ടാവില്ല. ആന്റിക്ക് നീന്താൻ അറിയോ? എനിക്കും അറിയില്ല. പെൺകുട്ടികൾക്ക് എന്തിനാ നീന്തൽ അറിയുന്നേ? പഠിച്ചിരുന്ന നല്ലതല്ലേ? ഞാൻ പഠിപ്പിക്കാം. അധികം കിടന്ന് കളിക്കണ്ട. കുളിച്ചു കയറും പിള്ളേരെ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഇവരാണോ ആ കുട്ടികൾ? അതെ അതെ, ഇവര് തന്നെ. എവിടെയാ വീട്? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാൽ? ഓ, അതങ്ങ് കുറച്ച് ദൂരെയാ. വെറുതെ പേടിപ്പിക്കാതെ മേജറെ, പിള്ളേരല്ലേ. ചേച്ചി എന്റെ കോട്ടേജിൽ വരാമെന്ന് പറഞ്ഞിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങളൊന്ന് നോക്കണ്ടേ? എന്റെ മേജറെ, ഇവര് വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് ഇണങ്ങാതെ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുക? ഇന്ന് ഏതായാലും വരാനിരിക്കുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോവാം. ആ, നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരുക്കി വെക്കൂ. സാധനങ്ങളെല്ലാം അകത്തുണ്ട്. ഞാനിവിടെ അടുത്താ താമസം. ഇടയ്ക്ക് കോട്ടേജിലിട്ട് വരണം. പിന്നെ അതെ, ഞാനും നമ്മുടെ മേജറുടെ അവിടെ വരെ പോയിട്ട് വരാം. പിള്ളേർ ഒറ്റയ്ക്കാ. ശരി, അകത്തേക്ക് പോയിക്കോളൂ. ആ, ഞാൻ പോയിട്ട് വരാം പിള്ളേരെ. ഓക്കെ.
ലിനുവിനറിയോ എന്ത്? എന്തെങ്കിലും ഉണ്ടാക്കാൻ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആന്റി വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണല്ലോ. എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എങ്ങനെ? എങ്ങനെയെങ്കിലും